റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. പഠിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂലേ? സോന അതുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നടി വന്ന് കൂടുതൽ ആളുകളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. പോക്സോ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രതി കൂടിയാണ് ഈ നടി. ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മകളും. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇന്റർവ്യൂ കൊടുത്ത് എല്ലാവരെയും എന്താ പറയാ കുടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് മിനു മുനീർ. നമുക്കറിയാം മിനു മുനീറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മിനു മുനീറിനെതിരെ ഒരു സ്ത്രീ വന്നു, റിലേറ്റീവ് എന്ന് പറയുന്ന. അതുപോലെ മിനു മുനീർ ആണെങ്കിലും ഒരു ഇടവേള പോലും കൊടുക്കാതെ ഓരോരോ താരങ്ങൾക്കും എതിരെ, ഓരോരോ നടന്മാർക്കും എതിരെ ഇങ്ങനെ ഓരോരോ വെളിപ്പെടുത്തലുമായിട്ട് ഓരോരോ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ കലാഭവൻ മണിക്കെതിരെ കഴിഞ്ഞ ദിവസം മിനു മുനീർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ബാലചന്ദ്ര മേനോൻ അങ്ങനെയുള്ള ആൾക്കെതിരെയും പറഞ്ഞിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അരുൺകുമാർ അടക്കമുള്ളവർക്കെതിരെയും പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മിനു പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കലാഭവൻ മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കലാഭവൻ മണിക്കെതിരെ പറഞ്ഞ ഒരു ബൈറ്റ് ഉണ്ട്. ആ ഒരു ബൈറ്റ് മാത്രം നമുക്കൊന്ന് കേൾക്കാം. ഈ കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. അതിലെന്താ? അത് പ്രാവശ്യം വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട്, പുള്ളിക്കാരന്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ അങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. അത് ഇതിന് മുമ്പാണേ, ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാ. അത് കാലഘട്ടം ഏതാണ് വർഷം? 2008-നും 2012-നും ഇടയ്ക്കാണേ. കറണ്ട് പറഞ്ഞെടുത്തു, എല്ലാം ഓർത്തെടുക്കാം. ഞാൻ തന്നെ വണ്ടി ഓടിച്ചു, പുള്ളി ഇപ്പുറത്തിരുന്നു. വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി, മൺചേട്ടൻ്റെ അടുത്ത് പാടിപ്പോയി. അവർക്ക് എന്തെങ്കിലും കുറെ ആൾക്കാർ അവിടെ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കായിരുന്നു. എന്നോട് ചോദിച്ചാൽ നീ അടിക്കുമോ? ഞാൻ പറഞ്ഞു, ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ല, എനിക്ക് ഡ്രിങ്ക്സും വേണ്ട. എന്നാൽ നീ ആളെ മാറിയിരുന്നു, എന്നേരം മാറ്റിയിരുത്തി. അപ്പം മണിച്ചേട്ടൻ അന്നേരം ഇല്ല. ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മണിച്ചേട്ടൻ വന്നു. മണിച്ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്തൊന്നും ഇരുന്നു, എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടെ സംസാരിച്ച പോരെ, നമുക്കൊന്ന് കൂടാൻ ബാ എന്ന് പറഞ്ഞു. ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടാണ്ട് വന്ന പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം പരിചയപ്പെടുന്നില്ല, പ്രശ്നമായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. ഇല്ല ഞാൻ അങ്ങനൊന്നും വിചാരിക്കരുത്, എനിക്ക് അങ്ങനെ. അപ്പോ മിനു പറയുന്നത് എന്താന്ന് വെച്ചാല് കലാഭവൻ മണിയുടെ അടുത്ത് ഒരു എന്താ പറയാ പുറത്ത് വെച്ചൊരു ഷോ ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്താന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് ജാഫർ ഇടുക്കിയാണ്. അവിടെ കൊണ്ടുപോയ ശേഷം, അതായത് ജാഫർ ഇടുക്കിക്കെതിരെ കഴിഞ്ഞ ദിവസം കാലം ഇതേ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാഫർ ഇടുക്കി ഇതേപോലെ തന്നെ പീഡിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതേ ജാഫർ ഇടുക്കിയുടെ കൂടെ തന്നെയാണ് കലാഭവൻ മണിനെ കാണാൻ പോയി എന്ന് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത്, എന്താണ് എന്താ പറയാ, ഒരു ലോജിക്കില്ലാതെ ഇയാളുടെ കൂടെ 3 പ്രാവശ്യം പോയി, അയാളുടെ കൂടെ 4 പ്രാവശ്യം പോയി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഒരു പ്രാവശ്യം പോയിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായാൽ പിന്നെ അയാളുടെ കൂടെ പിന്നെ നമ്മൾ ആരെങ്കിലും പോകുമോ? ഇല്ല. പക്ഷെ ഇവര് കണ്ടിന്യൂസ്ലി അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോകും, എന്നിട്ടാകുമ്പോൾ വീണ്ടും മോശം അനുഭവം ഉണ്ടാവും, വീണ്ടും അവരുടെ കൂടെ പോകും. ഇത് തന്നെയാണ് ഇവര് എല്ലാ ഇന്റർവ്യൂവിലും ഇത് തന്നെയാണ് പറയുന്നത്. മുകേഷിന്റെ കാര്യത്തിൽ ഇതുപോലെ നമ്മൾ കണ്ടതാണ്, ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് ഇവര് തന്നെ പറയുന്നു. എന്നിട്ടാകുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതേ മുകേഷിനോട് തന്നെ പൈസക്ക് ചോദിക്കുന്നു, അതേ മുകേഷിന്റെ അടുത്ത് തന്നെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ഇത് അരുൺകുമാർ ചോദ്യം ചെയ്തപ്പോ അരുൺകുമാറിനെതിരെ ഇപ്പം കേസ് കൊടുക്കുന്നു, അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കതൊക്കെ കേൾക്കാം. അപ്പൊ ഇതിന്റെ ബാക്കിയൊന്നും നമുക്ക് കേൾക്കാം. സോന അതുണ്ടായിരുന്നു. പിന്നെ എന്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പൊ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ. അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും മണിച്ചേട്ടൻ കണ്ടിട്ട് പറഞ്ഞു, ആദ്യമേ തന്നെ ദേവാനന്ദന്റെ കൂടെ പാടിയത്, ആ പാടിയത് മണിച്ചേട്ടൻ കണ്ടില്ല, അറിഞ്ഞില്ല. അതുകൊണ്ട് ദേവാനന്ദന്റെ കൂടെ പാടി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, സോന വേണ്ടാന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തു. എന്റെ ഡാൻസും കട്ട് ചെയ്തു. ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് എന്ത് പറ്റി? അങ്ങനെ തന്നെ ഉണ്ടാക്കി. എനിക്കൊന്നും സങ്കടം വന്നിട്ടൊന്നും വേല, ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് തന്നെ എന്തെന്റെ ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്ത് എന്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിൽ തിരിച്ചു പോന്നു. പിന്നീട് കാണുന്ന പുള്ളിക്കാരനെ കാണുന്ന ഇലഞ്ഞിക്കാവ് എന്ന് PO സിനിമയിലെ പുള്ളിക്കാരനുണ്ട്. അന്ന് ഞാൻ എന്റെ റൂമിലും പുള്ളി വന്ന് റൂമിൽ കെട്ടി. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, നല്ല സങ്കടം. ഒരുപാട് ബ്ലാഗൊക്കെ ചെയ്താ ഞാൻ. അപ്പൊ പുള്ളിക്കാരൻ കയറി വന്ന ഉടനെ അങ്ങ് പൊട്ടി കരച്ചില്, ഭയങ്കര കരച്ചിൽ. ഞാൻ ഇങ്ങനെ പുള്ളിയുടെ ഇരുന്നിട്ട് എന്റെ കാലെടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കുവാ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിച്ചു ആക്ടേഴ്സ് അല്ലേ, നീ അഭിനയിച്ച് കരയെന്നാണോ? ഞാൻ ശരിക്കും ഞാൻ നോക്കിയപ്പോ കുടുകുടാന്ന് കണ്ണുനീര് വരുന്നു. ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ ഇവിടെ മരിച്ചിട്ടും എന്റെ കാലിന് ക്ഷമിച്ച് കാലിന് ഇവിടെ ഞാൻ അൺകംഫർട്ടബിൾ ആയി. എപ്പോ നീ വീഴാ? അപ്പൊ പുള്ളി പറഞ്ഞില്ല, ഞാൻ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്തോ ചെയ്തു. അങ്ങനെ കുറെ കരഞ്ഞ് പറഞ്ഞു. ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മിനു പറയുന്ന കാര്യം, മിനു മുനീർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കലാഭവൻ മണി അങ്ങനെ അവസരങ്ങൾ നിഷേധിച്ചു. കലാഭവൻ മണി പറഞ്ഞിട്ട് ഒരുപാട്
അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ പിന്നീട് കലാഭവൻ മണി തന്നെ വന്നിട്ട് കാല് പിടിച്ച് കരഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കലാഭവൻ മണിക്ക് അത്രയും ഗതികളുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. കലാഭവൻ മണി കാരണം സ്റ്റേജ് ഷോ പോയി. അതുപോലെ തന്നെ ഒരു സിനിമയില് കലാഭവൻ മണിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടതായിരുന്നു, അത് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കലാഭവൻ മണിയോട് നോ പറഞ്ഞതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കലാഭവൻ മണി ആയതുകൊണ്ട് തന്നെ, കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ അയാൾക്കെതിരെ വന്നിങ്ങനെ പറയുന്ന സമയത്ത് മിനുവിനെതിരെ വലിയ രീതിയിൽ തന്നെ ആൾക്കാർ കമന്റ് ബോക്സിലാണെങ്കിലും പറയുന്നുണ്ട്. കാരണം ബാക്കി ആരെ പറഞ്ഞാലും നമുക്ക് പോട്ടേന്നെങ്കിലും വെക്കാം, പക്ഷെ കലാഭവൻ മണിനെ പറയുന്ന സമയത്ത് അത് എന്താ പറയാ വലിയ രീതിയിൽ തന്നെ ഇതാകുന്നുണ്ട്. അതുപോലെ ഈ മിനുവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെയുള്ള മരിച്ചുപോയ ഒരാളാണ്, അപ്പോൾ ഭാര്യക്കും മകൾക്കും ഒക്കെ ഇത് വലിയ രീതിയിൽ വിഷമാവൂലേ ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത്, അപ്പൊ എന്തിനാണ് ഇങ്ങനെ പറയണേന്ന് ചോദിക്കുന്ന സമയത്ത് മിനുവിന്റെ ഉത്തരം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ അദ്ദേഹത്തിന് ഭാര്യയും മകളും ഉണ്ട്, അവർക്കത് വിഷമാകും എന്നുള്ളൊരു ചിന്തയില് എത്ര അങ്ങനെ ഒരു ചിന്തയുണ്ട്? അല്ല, പുള്ളിക്കാരൻ ഒരുപാട് കേസുകളും അതൊക്കെ അവർക്ക് അറിയാവുന്ന കാണുമായിരുന്നു. ഓൾറെഡി പുള്ളി ഒത്തിരി കേസുകെട്ടുകളും ഉണ്ടല്ലോ. അപ്പം പുള്ളി തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേറെ അറിയാം, പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ. ഞാൻ പറയട്ടെ, ഉപ്പ് തിന്നുന്ന എല്ലാവരും വെള്ളം കുടിക്കും. അതുപോലെ തന്നെ സത്യം നമുക്ക് ഒരുപാട് നേരം ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയെങ്കിലും ആരായാലും, ഞാൻ തന്നെ ആയാലും അത് പുറത്തു വരും. എന്റെ കുട്ടികളുടെ കാര്യത്തിലായാലും പുറത്തു വരും. ഉപ്പ് തിന്നുന്നവൻ ആരായാലും വെള്ളം കുടിക്കും. അപ്പോ കലാഭവൻ മണിയുടെ ഭാര്യയും മക്കളും കാണുന്ന സമയത്ത് ഇത് ഫീൽ ആകില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്ന ഉത്തരം ഇതാണ്, ഇതിനു മുമ്പും കലാഭവൻ മണി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് അതൊക്കെ അറിയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മരിച്ച ഒരാളെ പറ്റിയിട്ട്, അതും അത്രയും നല്ല രീതിയിലാണ് ആൾക്കാർ നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇങ്ങനെ വന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇനിയും അത് ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാല് ഇനി അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മിനു മുനീർ എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് തന്നെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കേൾക്കാം. അപ്പൊ ഇതിന്റെ ഫുള്ളായിട്ട് നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ അരുൺകുമാറിനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അരുൺകുമാറിനെതിരെ എന്താണ് മൊട്ടയെന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര തമാശയാണ്. ഒന്നാമത് ഈ എന്താ പറയാ, ഈ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും ഇന്റർവ്യൂവിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കര കോമഡിയാണ്. കോമഡി ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അരുൺകുമാറിനെ പറയുന്നത് അയാൾ ആരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയൊന്ന് കേൾക്കാം. അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കുന്നതാണ് പറയുന്നത്. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു, അത് കൊടുത്തിരുന്നോ? അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും. അങ്ങനെയൊന്നും ഇപ്പൊ എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ, ഇങ്ങനെ അവരെ ഉദ്ദേശിച്ചത്. അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല, മീഡിയയിലൊന്ന് പ്രത്യേകിച്ച് കോടതി ഉത്തരവുണ്ട്. അപ്പൊ ഈ അരും മുട്ട ഇങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ ഇതൊരു ഓവർ സ്മാർട്ട് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം. ഞാൻ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്യും. കാരണം നാളെ വേറൊരു കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അരുൺകുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, നിങ്ങളാണ് അഡ്വക്കേറ്റോ അതോ കോടതി ജഡ്ജോ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ വന്ന കുട്ടി ഇവിടെ എന്നെ ഇന്റർവ്യൂ ഇറങ്ങുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, മേലിൽ നീ ഇങ്ങോട്ട് വന്നേക്കരുത്, നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ ആരും വരണ്ട. കാരണം നമ്മളെ വിളിച്ചല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ അപമാനിക്കുന്നത് ശരിയല്ല. നമ്മൾ സത്യം തുറന്നു പറഞ്ഞ ഒരാളാണ് അല്ലേ. അപ്പൊ അതിനെ കുറിച്ച് അവര് അതിന്റെ സത്യം എന്താണെന്ന് അറിയണം. അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാം. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, എന്തെങ്കിലും കാര്യത്തിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം പറയട്ടെ, ഞാൻ ഐ ബോ മൈ ഹെഡ്. അപ്പൊ മിനു മുനീർ പറയുന്ന കാര്യം ഇതാണ്, അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും. അത് അരുൺകുമാറിന് തന്നെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന കുട്ടീനോടും പറഞ്ഞിട്ടുണ്ട്, ഇനി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരാളും വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് മിനു പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ട് മിനുവിനെതിരെ ബാലചന്ദ്ര മേനോൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് കാണാം. ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ ആലുവയിലെ നടിക്കും അഭിഭാഷകനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആലുവ റൂറൽ പോലീസാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ബാലചന്ദ്ര മേനോന്റെ മൊഴിയും തെളിവും പോലീസ് ഉടൻ ശേഖരിക്കും. നടിയുടെ അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ബാലചന്ദ്ര മേനോൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഈ നടി ഇപ്പോൾ കൂടുതൽ താരങ്ങൾക്ക് നേരെ ഇത്തരം ഭീഷണിയും ഒക്കെ മാത്രമല്ല വെളിപ്പെടുത്തലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ നടിയോട് പോയി ചോദിക്കുന്നു, നടി ചില പേരുകളൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ ബാലചന്ദ്ര മേനോനെതിരെയും ആ നടി ഇത്തരത്തിൽ പരാതിപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നടി പരാതിയായിട്ടൊന്നും കൊടുത്തിട്ടില്ല ബാലചന്ദ്ര മേനോനെതിരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഓൺലൈൻ മാധ്യമം വഴിയാണ് നടി ബാലചന്ദ്ര മേനോനെ ആക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് ബാലചന്ദ്ര മേനോൻ പറയുന്നത്. അപ്പോ ഇതിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, ബാലചന്ദ്ര മേനോന്റെ പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് ആ യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മിനു മുനീറിനെതിരെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. അതായത്
ഓൾറെഡി വന്നൊരു പരാതി ഉണ്ടല്ലോ, കസിൻ എന്ന് പറയുന്ന ആ ഒരു റിലേറ്റീവിന്റെ വന്ന, അതിൽ പോക്സോ ഇട്ടിട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് മിനു മുനീർ കോടതിയിലേക്ക് പോയിട്ടുണ്ട്, സമീപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എന്താ പറയാ, എല്ലാവരും കൂടി ഇപ്പൊ ബാലചന്ദ്ര മേനോൻ കേസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു കേസ് ഉണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്കെതിരെയും കുറെ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ബാലചന്ദ്ര മേനോനെ ഈ ഒരു മിനു മുനീറിന്റെ അഭിഭാഷകൻ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതാണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നിലും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ ഒരു അഭിഭാഷകന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ബാക്കി കൂടി കേൾക്കാം. പോക്സോ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രതി കൂടിയാണ് ഈ നടി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോക്സോ കേസ് ഈ നടിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ അന്വേഷണം നേരിടുന്നു. അതിൽ ഈ നടിയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നടി വന്ന് കൂടുതൽ ആളുകളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഓൺലൈൻ യൂട്യൂബിൽ പറയുന്നത് 2 മന്ത്രിമാരൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഓൺലൈൻ യൂട്യൂബിലൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഈ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കേസിന്റെ അന്വേഷണം നടക്കുന്നു. ഓൺലൈൻ ചാനലിനെതിരെ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൊണ്ട് പഠിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ അരുൺകുമാർ പറയാണ് അവസാനം ഒന്നുകൊണ്ട് പഠിക്കൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലേന്ന്. അപ്പൊ അരുൺകുമാറിനെതിരെ പോലും കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം അരുൺകുമാർ ഈ ഒരു മുകേഷിന്റെ കേസ് അവിടെ ഇരുന്ന് ചോദിക്കുകയും, അപ്പൊ അത് വ്യക്തമായിട്ട് അരുൺകുമാർ ചോദിച്ചത് വേറൊന്നുമല്ല, ഉള്ള കാര്യമാണ് ചോദിച്ചത്. കാരണം എന്തിനാണ് പിന്നെ ഈ ഒരു പീഡനം കഴിഞ്ഞ പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് പൈസക്ക് അതേ വ്യക്തിയോട് ചോദിക്കുന്നത്? പൈസ തരാത്തതിന്റെ പേരിലാണോ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ആ ഒരു സ്മൈലി അയച്ച കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ട് മിനു മുനീർ പെട്ടുപോയൊരവസ്ഥയിലായിരുന്നു ഇരുന്നത്. അവിടെ എക്സ്പോസ്ഡ് ആക്കി തന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുൻപിലേക്ക് മിനു മുനീറിനെ എക്സ്പോസ്ഡ് ആക്കി തന്നത് അരുൺകുമാർ തന്നെയാണ്. ആ ഒരു വിഷയത്തിൽ ഒരിക്കലും നമുക്ക് അരുൺകുമാറിനെ കുറ്റം പറയാനൊന്നും സാധിക്കില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഈ ഒരു മിനു മുനീറുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള നെയ്ബേഴ്സ് കാര്യങ്ങളും പറഞ്ഞൊരു വോയിസ് ഉണ്ട്. നെയ്ബേഴ്സിന്റെ തന്നെ വോയിസും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ തന്നെ ഈ ഒരു വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ള കാര്യങ്ങൾ അതിന്റെ അകത്ത് അവർ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഈ മിന്നു കുര്യൻ ഞങ്ങളറിയുമ്പോ മിന്നു കുര്യനാണ്, ഞങ്ങളുടെ നെയ്ബറായിരുന്നു ഈ പെൺമുള്ള, ഈ സ്ത്രീ. ഇത് ഞങ്ങളുടെ നെയ്ബറായിരുന്നു. ഞങ്ങളുടെ ആർമിയുടെ ഫ്ലാറ്റ്, ഹൈക്കോടതി മറൈൻ ഡ്രൈവിലെ ആർമിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി. ബ്രോ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സന്തോഷ് മാധവൻ കേസ് നടിച്ചു നോക്കിയ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസുണ്ട്. അത് ഭയങ്കര വിവാദമാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാരോടാണ് ഇവരന്വേഷിച്ചു. അന്നത്തെ ആ കേസില് ഈ സ്ത്രീ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് വരും. പക്ഷെ ഇവര് ഉടായ്പ സ്ത്രീയായിരുന്നു നിന്നോട്ടെ. ഇവര് പിമ്പാണെന്ന് പറയാം, പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത്. എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടിവിയിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത്, ഇവര് വന്നിരുന്ന് നിങ്ങൾ പുണ്യാവത്ത് ചെല്ലുമ്പോ ഇവര് കൊണ്ടുപോയിക്കണ പെണ്ണുങ്ങൾ വന്നിരുന്നിനി ഇത് ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂലേ. ഇവര് കൂടുതലും പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കണം എനിക്ക് തോന്നുന്നുട്ടോ. കാരണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കുറെ ഹേറ്റേഴ്സ്, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ ഇവരുടെ ചൂഷണപ്പെട്ട പെണ്ണുങ്ങൾ കുറെ വരേണ്ടതല്ലേ. ഒരെണ്ണം ഇപ്പൊ വന്നിട്ടുള്ളൂ, ഇനിയും വരേണ്ടതാണെന്നാണ് എന്റെ ഇത്. അപ്പൊ വ്യക്തമായിട്ട് നെയ്ബേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ പറയുന്നത് മിനു മുനീറിനെ പറ്റിയിട്ട്, ഇവര് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന നമുക്കറിയാം ഭയങ്കര ക്രിമിനൽ ആയിട്ടുള്ള സന്തോഷ് മാധവൻ ഓൾറെഡി മരിച്ചുപോയി. പക്ഷേ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ക്രിമിനൽ കേസുകളില് ഈ മിനു മുനീറിന് ബന്ധമുണ്ടെന്നും പറഞ്ഞ് മിനു മുനീറിനെ ഫ്ളാറ്റിൽ വന്ന് ചോദ്യം ചെയ്തിട്ട് വരെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണ് മിനു മുനീർ എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ അത് വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം ഇവരുടെ സ്വഭാവം നല്ലതല്ല എന്നും. അപ്പൊ ഇവര് പറയുന്ന പല കാര്യങ്ങൾക്കും ക്രെഡിബിലിറ്റി ഇനി ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഇത് ഭയങ്കര തമാശയോട് കൂടിയിട്ടാണ് ഇവർ പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കാര്യം തന്നെയാണ് ഈ പോക്സോ കേസ് അടക്കം വന്നിട്ടും ഇവർ ഈ വെളിപ്പെടുത്തലുകളെന്നും പറഞ്ഞിട്ട് പോക്സോ കേസ് വന്നിട്ടും അതിന് പിറ്റേന്ന് തൊട്ട് പുതിയ ചാനലുകളിൽ പോവുക, അല്ലെങ്കിൽ ഓരോരോ ചാനലുകളിലും പോയിട്ട് ഇവരിങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തന്നെയാണ് അരുൺകുമാർ പറഞ്ഞതുപോലെ എന്തർത്ഥത്തിലാണ് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് സ്വയമായിട്ട് ഒന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലേ? അതൊന്ന് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഈ ഒരു വ്യക്തിക്കെതിരെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി കോടതിയിലേക്ക് ഇപ്പൊ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ ഒരു പോക്സോ കേസിൽ. അപ്പൊ അതിന് പോകുന്നതിന്റെ നടുക്കാണ് ഇവിടെ വന്നിട്ട് 5-6 പേരുടെ പേരും പറഞ്ഞിട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞ എന്താണ് ആ സ്ത്രീ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ് ആ ഒരു സ്ത്രീയുടെ അവസ്ഥയായിട്ട് തോന്നുന്നത്. കാരണം ഇവിടെ വന്ന് ഓരോരുത്തരുടെ പേരിങ്ങനെ വിളിച്ചു പറയാണ്. കലാഭവമണിയുടെ പേരടക്കമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെങ്കിലും കണ്ടറിയാം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഈ ഒരു സ്ത്രീ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ ആ ഒരു വ്യക്തിക്ക് നല്ലത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെയാണ് വീണ്ടും നാണം കെട്ട് ഒരുപാട് കേസുകൾ വീണ്ടും ആ ഒരു സ്ത്രീക്കെതിരെ തന്നെ വന്ന്
പിന്നെ ആകെ ഒരുമാതിരി ആയിരിക്കും കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടറിയാം ഈ ഒരു കോമഡി ആയിട്ടാണ് ഇതെല്ലാവരും കാണുന്നത്. ഈ ഒരു കോമഡി എത്ര നാൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ എത്ര നാൾ ഇതിന്റെയൊക്കെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട, ഓൾറെഡി ക്രെഡിബിലിറ്റി കാര്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കേസാണ്. അപ്പൊ ഏതുവരെ ഈ സ്ത്രീ വെളിപ്പെടുത്തലും കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകും, ആരുടെയൊക്കെ പേരുകൾ പറയും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട.